വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വാർഷിക പരീക്ഷ 2 നാളത്തെ പരീക്ഷയായ അഖീദയുടെ ഒരു മോഡൽ പേപ്പറാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ 2 ഓൺലൈൻ ക്വിസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ക്വിസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. കുട്ടികൾക്ക് പാഠഭാഗം മനസ്സിലായോ എന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്യാൻ കഴിയുന്ന പാഠഭാഗം, അതായത് ബുക്ക് മുഴുവനായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വിസാണ്. ആവശ്യമുള്ളവർക്ക് ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനമാണ്. ഈമാൻ കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്യണം? പൂർത്തിയാകാത്തവ മുഴുവൻ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. 1. അള്ളാഹുവിലെ വിശ്വാസം. ഒന്നാമത്തേതാണ് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേത് അള്ളാഹുവിൽ വിശ്വസിക്കുക, അതായത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ഇനി 2, 3, 4, 5 അതെന്ത് ചെയ്യണം? നമുക്ക് എഴുതി കൊടുക്കണം വിട്ട ഭാഗത്ത്. രണ്ടാമത്തേത് ഏതാണ്? മലക്കുകളിലെ വിശ്വാസം. മലക്കുകളിലെ വിശ്വാസമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് കിതാബുകളിലെ വിശ്വാസം. നാലാമത്തേതോ മുർസലുകളിലെ വിശ്വാസം. 5 അന്ത്യനാളിലെ വിശ്വാസം. അപ്പോൾ ആറാമത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഖദറിലെ വിശ്വാസം. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ മുഴുവനായിട്ടും ഓർഡറിൽ തന്നെ പഠിക്കണം. അതായത് ഓർഡറിൽ തന്നെ 1, 2, 3 അങ്ങനെ ഓർഡറിൽ തന്നെ പഠിക്കണം. കാരണം ചിലപ്പോൾ ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോൾ എഴുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഓർഡറിലുള്ളത് പഠിച്ചു വെക്കണം. 6 അർത്ഥം എഴുതുക എന്നുള്ള പ്രവർത്തനമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പാഠഭാഗത്ത് ഇതിൻ്റെ 2ൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ തഹ്ലീലിൻ്റെ അർത്ഥം എന്താണ്? ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നാണ് കേട്ടോ. ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇനി രണ്ടാമത്തത് ഇൻഷാ അള്ളാഹ്. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 4 പ്രധാനികളായ മലക്കുകളുടെ പേരുകൾ. ഇവിടെ 4 കോളങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ പ്രധാനികളായ 4 മലക്കുകളുടെ പേരുകൾ എഴുതി കൊടുക്കണം. 1 ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് എഴുതി കൊടുക്കട്ടോ. ഇനി രണ്ടാമത്തത് അതിന് നേരെ താഴെ അല്ലെങ്കിൽ നേരെ എഴുതുക. ഇവിടെ മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാം. മൂന്നാമത്തതോ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാം. ഇനി അവസാനത്തത് ഇസ്രാഫീലായിരുന്നു. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ എഴുതി കൊടുത്താൽ മതി. ഇസ്രാഫീൽ അലൈഹിസ്സലാം കഴിഞ്ഞാൽ അസ്റായീൽ അലൈഹിസ്സലാം. ഓക്കെ. അപ്പോൾ മൊത്തം 4 പ്രവാചകന്മാരാണ്, മലക്കുകളാണ്. ജിബ്രീൽ അലൈഹിസ്സലാം, അതേപോലെ മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങൾ മാറാതെ തന്നെ പാഠഭാഗത്തിൽ എഴുതിയിട്ടുള്ള മലക്കുകളുടെ പേരിൻ്റെ അതേ രൂപത്തിൽ തന്നെ എഴുതണം. അക്ഷരങ്ങൾ വ്യത്യാസപ്പെടരുത്. അസ്റായീൽ അലൈഹിസ്സലാം എന്ന് അലിഫ് കൊണ്ട് എഴുതരുത്, ഐനാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം? അസ്റായീൽ എന്ന് തന്നെ എഴുതി വെക്കുക കേട്ടോ. അങ്ങനെ എഴുതി പഠിക്കുക. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കുക എന്നുള്ള ഈ പ്രവർത്തനം. ഒന്നാമത്തത് കാണാം. അള്ളാഹു നമുക്ക് നടക്കാൻ എന്താ തന്നത്? കാല് അല്ലേ? അള്ളാഹു നമുക്ക് നടക്കാൻ കാൽ തന്നു. പിന്നെയോ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് ആയപ്പോൾ എന്താ ഉണ്ടായത്? നുബുവത്ത് ലഭിച്ചു. പിന്നെയോ 3 മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് ഡാഷ് അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് വഴിപ്പെടുന്നവരാണ്.
മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. 4 വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ ഡാഷ് എന്താണ്? വലിയ ഇബാദത്താണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ വലിയ ഇബാദത്താണ്. 5 നബിമാരിൽ പ്രധാനികളാണ് ഡാഷ് ആരാണ്? മുർസലുകൾ. നബിമാരിൽ പ്രധാനികളാണ് മുർസലുകൾ. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതവിടെ എഴുതി കൊടുക്കുക. 2 ആരാണ് മലക്കുകൾ? ആരാണ്? അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. 3 ആരാണ് നബിമാർ? ആർക്കാണ് നബിമാർ എന്ന് പറയാം? അത് പാഠഭാഗത്ത് പറയുന്നുണ്ട്. ആ 10 പേര് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രധാനികളായ 10 മലക്കുകളുണ്ട്. അവരുടെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ നബിമാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. 4 ഈ ലോകം നശിക്കും എപ്പോൾ? എപ്പോഴാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഈ ലോകം നശിക്കും. 5 ആരാണ് മുഅ്മിനുകൾ? ഈമാൻ കാര്യങ്ങൾ 6 വിശ്വസിച്ചവരാണ് ആര്? മുഅ്മിനുകൾ. ഈമാൻ കാര്യങ്ങൾ 6 വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. ഇനി അടുത്ത പ്രവർത്തനമാണ് വിട്ടുപോയ കോളങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത്. ഇവിടെ വിട്ടുപോയ ഓരോ കോളങ്ങളും പൂർത്തിയാക്കി കൊടുക്കാം. 1 മൂസ നബി അലൈഹിസ്സലാം. മൂസ നബിക്ക് കിട്ടിയ കിതാബ് ഏതാണ്? തൗറാത്ത് അല്ലേ? അതവിടെ എഴുതി കൊടുക്കാം, തൗറാത്ത്. പിന്നെയോ 2 പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾക്ക് കിട്ടിയത് ഏതാണ്? ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ഓക്കെ. ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയുടെ കിതാബ് ഏതാണ്? ഇഞ്ചീൽ എന്ന് പറയും, ഇഞ്ചീൽ. ഇനി അടുത്ത പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബിക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ഗ്രന്ഥം ഏതാണ്? സബൂർ, സബൂർ. ഇനി ഈ ഭാഗത്ത് കാണാം നബിമാരും അവർക്ക് ലഭിച്ച ഏടുകളും എഴുതി കൊടുക്കണം. 1 പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് എത്ര ഏടുകളാണ് ലഭിച്ചത്? 10 ഏടുകൾ. ഇബ്രാഹിം നബിക്ക് 10 ഏടുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പ്രവാചകൻ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇദ്രീസ് നബിക്ക് 30 ഏടുകളാണ് ലഭിച്ചിട്ടുള്ളത്. 30 ഏട് കേട്ടോ. ഇനി ആദം നബി അലൈഹിസ്സലാം. ആദം നബിക്കോ 10 തന്നെയാണ്. ഇബ്രാഹിം നബിക്കും ആദം നബിക്കൊക്കെ 10 ലഭിച്ചിട്ടുള്ളത്. ഷീസ് നബിക്ക് എത്രയാണ്? 50 ഏടുകൾ. ഷീസ് നബിക്ക് 50 ഏടുകളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട പ്രവർത്തനമാണ് കേട്ടോ. ഈ കോളം നിർബന്ധമായും പാഠഭാഗത്തിലുണ്ട്. 5ാമത്തെ പാഠത്തിൽ 12ാമത്തെ പേജിലാണതുള്ളത്. അതിലുള്ള ആ കോളം മുഴുവനായിട്ടും പഠിച്ചു വെക്കുക. പരീക്ഷയിൽ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് വേർതിരിക്കാം എന്നുള്ള പ്രവർത്തനം. ഇവിടെ താഴെ 2 കോളങ്ങൾ കാണാം. ചെയ്യേണ്ടവയും അതുപോലെ തന്നെ വിശ്വസിക്കേണ്ടവയും. അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള ഇവയിൽ ചെയ്യേണ്ടതും വിശ്വസിക്കേണ്ടതുമായ കാര്യങ്ങളുണ്ട്. അതിൽ ഓരോന്നും വേർതിരിക്കാം. അള്ളാഹു എന്നത് എന്താണ്? അത് വിശ്വസിക്കേണ്ടവയാണ് അല്ലേ? അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കണം. അതുപോലെ സക്കാത്ത്. സക്കാത്ത് എന്താ ചെയ്യുക? കൊടുക്കുകയാണ് ചെയ്യുക. സക്കാത്ത് കൊടുത്ത് വിട്ടുകയും ചെയ്യുക. അതുപോലെ 3 ഖദർ. ഖദറിൽ എന്ത് ചെയ്യണം? നാം വിശ്വസിക്കണം. അതുപോലെ മറ്റൊന്ന് നോമ്പ്. അത് ചെയ്യേണ്ടതാണ്. നോമ്പ് ചെയ്യേണ്ടവയിലാണ് പെടുക. പിന്നെ അന്ത്യദിനം, അവസാന ദിനം, അത് വിശ്വസിക്കേണ്ടതാണ്. അത് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പിന്നെ നിസ്കാരമാണ്. അത് നമുക്കറിയാമല്ലോ, ചെയ്യേണ്ട പ്രവർത്തനത്തിന് തന്നെയാണ് എന്ത് ചെയ്യുക? വരിക.
പിന്നെ കിതാബുകൾ, അതിലും നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഓക്കെ, കാരണം നമ്മൾ ഈമാൻ കാര്യങ്ങളിൽ കിതാബുകൾ വിശ്വസിക്കൽ എന്നല്ല നമ്മൾ പഠിച്ചത്. പിന്നെ മുർസലുകളും അതും വിശ്വസിക്കേണ്ടവയിലാണ് വരിക കേട്ടോ. പിന്നെ ഷഹാദത്ത് കലിമ, അതെന്താ ചെയ്യൽ? വിശ്വസിക്കുകയാണോ ചൊല്ലുകയാണോ? അത് ചെയ്യേണ്ടതാണ് അല്ലേ? അത് ചെയ്യേണ്ട പ്രവർത്തനമാണ് ഷഹാദത്ത് കലിമ. രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലണം. പിന്നെ ഹജ്ജ്, അതും ചെയ്യേണ്ടവയിൽ പെട്ടതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഇതിലുള്ള ചോദ്യോത്തരങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.